കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതിച്ഛായക്കേറ്റ വലിയ മങ്ങൽ അത് തിരിച്ചു പിടിക്കേണ്ട പശ്ചാത്തലം ആണ് ഉള്ളത്. ഇതുവരെയും പുറത്താക്കി നിർത്തിയെന്ന ന്യായം ആയിരുന്നു കോൺഗ്രസ് പറഞ്ഞിരുന്നത് എങ്കിൽ ഇനിയും ആ ന്യായത്തിൽ നിന്നുകൊണ്ട് പോകാൻ പറ്റുമോ? ആ സാധ്യതയാണ് സജിത്ത് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. സജിത്ത്, ഇവിടെ ഇതാ നേരത്തെ നമ്മൾ നിരവധിയായ നേതാക്കളുടെ പ്രതികരണങ്ങൾ കേട്ട് കഴിഞ്ഞു. അതിൽ കെ മുരളീധരനെ പോലെയുള്ളവരുടെ പ്രതികരണമുണ്ടായിരുന്നു. രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. സൂചിപ്പിച്ചതുപോലെ ഷാഫി പറമ്പിൽ പോലും താനുമായുള്ള ബന്ധം ഇതുവരെയും രാഹുലിനെതിരായ നടപടിയെ ബാധിച്ചോ എന്നാണ് ചോദിച്ചത്. ഇതുവരെ എടുത്ത നടപടികൾ പരിശോധിക്കൂ എന്നാണ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ഇനിയും നടപടികൾ ഉണ്ടാകാം, അപ്പോഴും താനൊരു തടസ്സമാകില്ല എന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒപ്പം ഈ മുരളീധരന്റെ വാക്കുകൾ അതിനേക്കാൾ തീവ്രമാണല്ലോ സജിത്ത്. കാരണം രാഹുലിനെതിരായ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ സമയമായി എന്ന് മാത്രമല്ല, രാഹുൽ മതിൽ ചാടുകയാണ് ചെയ്തത്. അതിന് സംരക്ഷണം ഒരുക്കുന്നവർ കൂടി പുറത്തേക്ക് പോകേണ്ടി വരും എന്ന് പറയുന്നു. ഇതെല്ലാം നേതൃത്വവുമായി കൂടിയാലോചിച്ച ശേഷമാണ് പറയുന്നത് എന്ന് കൂടി പറയുമ്പോൾ രാഹുലിനെ സംരക്ഷണം ഒരുക്കുന്നവർക്ക് പോലും ഇനി പാർട്ടിയിൽ ഇടമുണ്ടാകില്ല. അങ്ങനെ ഒരു കടുത്ത നിലപാടിലേക്ക് പോകും എന്ന് വേണമോ മനസ്സിലാക്കാൻ? തീർച്ചയായും അങ്ങനെ മനസ്സിലാക്കണം അഭിലാഷ്. നമുക്ക് ഓർത്തെടുക്കാനാവുന്നത് കോൺഗ്രസിന്റെ കഴിഞ്ഞകാല ചില വിവാദങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഇത്തരം രാഷ്ട്രീയ ആക്ഷേപങ്ങൾ കേൾക്കുമ്പോൾ പരസ്പരം പഴിചാരി വലിയ രാഷ്ട്രീയ ആക്ഷേപങ്ങൾ ഉയർത്തുന്നതായിരുന്നു കോൺഗ്രസിൽ പതിവ്. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇതുവരെ അത്തരമൊരു ചിത്രം ഉണ്ടായിട്ടില്ല. നേതൃത്വം നിലപാടെടുത്തു, അതിനൊപ്പം തങ്ങൾ എന്നതാണ്. ചിലരൊക്കെ ചില പരസ്യ അഭിപ്രായം പറഞ്ഞെങ്കിലും നേതൃത്വത്തിന് പിഴവ് പറ്റി എന്ന് ആരും പരസ്യമായി പറഞ്ഞിട്ടില്ല. മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിപ്പറയുന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചവർ പോയത്. പക്ഷേ ഇനി അങ്ങോട്ടേക്ക് സാഹചര്യം അതായിരിക്കില്ല എന്നതാണ് വസ്തുത. നേതൃത്വത്തിന്റെ ചില പിഴവുകൾ പറ്റി എന്നത് ചിലരെങ്കിലും തുറന്നു പറഞ്ഞേക്കും. അഭിലാഷ്, ഇതിൽ ശ്രദ്ധേയമായി വിവാദമായി മാറാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകം കൂടിയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ ശാസ്തമംഗലം അജിത്ത് എന്ന അഭിഭാഷകൻ ഹാജരാവുന്നത് ഈ അഭിഭാഷകനുമായി ബന്ധപ്പെട്ടത് കോൺഗ്രസിന്റെ ഒരു ഉന്നത നേതാവാണെന്ന തെളിവുകൾ കൂടി പുറത്തു വരാനിരിക്കുന്നുണ്ട്. അതിന്റെ സൂചനകൾ പുറത്തു വരുന്നുണ്ട്. KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരായ ഒരാളാണ് ശാസ്തമംഗലം അജിത്ത് എന്ന അഭിഭാഷകനെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അറേഞ്ച് ചെയ്തു കൊടുത്തത്. അങ്ങനെയെങ്കിൽ ഈ പുറത്താക്കിയെന്നും നടപടിയെടുത്തുമെന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോഴും കോൺഗ്രസ് നേതാക്കളുടെ, കോൺഗ്രസിന്റെ ഉന്നത കേന്ദ്രങ്ങളുടെ സഹായം ഉണ്ടായിരുന്നു എന്ന വസ്തുത കൂടി പുറത്തു വരാനിരിക്കുന്നു. അത് കോൺഗ്രസിനകത്ത് തന്നെ വിമർശനമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ തീരുമാനത്തിന് പിന്നാലെ ഒരുപക്ഷെ അതും ഒരു പുതിയ ചർച്ചകൾക്കിടവച്ചേക്കാം. അതിന്റെ ചുരുക്കം ഇങ്ങനെയാണ്: രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നാലെ ഷാഫി പറമ്പിലിനെ കേന്ദ്രീകരിച്ചുകൂടി കോൺഗ്രസിൽ ഒരു നീക്കത്തിന് അത് ഇടവച്ചേക്കുമോ എന്നതാണ് സാഹചര്യം. നമുക്കറിയാം, ഈ വിവാദങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ നൽകിയ വ്യക്തി ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിലാണ് അദ്ദേഹത്തിൻ്റെ ഹെഡ് മാസ്റ്ററായി മാറിയിരിക്കുന്നത്. ഇതൊക്കെ രാഷ്ട്രീയ ആക്ഷേപമാണ്. CPM കേന്ദ്രങ്ങളും ഇടതു കേന്ദ്രങ്ങളും ഒക്കെ ഉന്നയിക്കുന്ന രാഷ്ട്രീയ ആക്ഷേപമാണ്. പക്ഷേ കോൺഗ്രസിലേക്ക് ഈ ആക്ഷേപം ഉൾക്കൊണ്ടുകൊള്ള ഒരു ചർച്ച ഇതുവരെ നടന്നിട്ടില്ല. ഒരു പക്ഷേ ഈ വിവാദങ്ങളുടെ തുടർച്ചയായി ആ തരത്തിലേക്കും ചർച്ചകൾ വഴിമാറാനുള്ള സാധ്യതയുണ്ട്. അതാണ് കോൺഗ്രസിൽ മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള പതിവും. പക്ഷേ ഇതുവരെ അത് ഉണ്ടായിട്ടില്ലെങ്കിൽ കൂടിയും വരുന്ന ദിവസങ്ങളിലേക്ക് അത് പോകുമോ എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷേ 13-ാം തീയതി തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വരും. അതിനുശേഷം ഒരുപക്ഷേ ഈ ചർച്ചകൾ അതിൻ്റെ ഒരു പുതിയ ഗൗരവത്തിലേക്ക് കടക്കാനുള്ള സാധ്യതകളും ഉണ്ടാവും. കോൺഗ്രസിന് പ്രതീക്ഷിച്ച ഒരു നേട്ടം തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ലെങ്കിൽ പിന്നെ അസാധാരണമായ സാഹചര്യത്തിലേക്ക് പോലും അത് മാറാനുള്ള സാധ്യതയുമുണ്ട്. അതായത് രാഹുൽ വിഷയം കൈകാര്യം ചെയ്തതിൽ നേതൃത്വത്തിന് പിഴവ് പറ്റിയെന്നോ അല്ലെങ്കിൽ അത്തരം ആക്ഷേപങ്ങളോ ആയി അത് ഉയർന്നു വരാനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞുകൂടാ. യെസ്, അതാണ് നിർണായകമായ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ആണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ചൂടുപിടിച്ച ചർച്ചയാകുന്നത്. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കത്തിലേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പോകേണ്ട സമയമാണ്. അവിടെ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ മാറിമറിഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ ഉണ്ടാകുന്ന വിമർശനങ്ങൾ കൂടി വലിയ തോതിൽ ചർച്ചയാകുന്നത്. അത് വിഷയം കൈകാര്യം ചെയ്തപ്പോൾ പാർട്ടിക്ക് തെറ്റുപറ്റിയോ എന്ന ചോദ്യം അടക്കം ഉയരുന്ന സാഹചര്യമുണ്ടാകും. ഇപ്പോൾ തന്നെ സജിത്ത് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പാർട്ടിയിലെ നേതാക്കൾക്കിടയിൽ തന്നെ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും ഈ വിഷയത്തിൽ വലിയ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ അജയ് തറയിൽ ഉൾപ്പെടെയുള്ളവർ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം രാഹുൽ മാങ്കൂട്ടത്തിലിനെ എന്ന് പറയുന്നു. ഒപ്പം കെ മുരളീധരൻ, അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോവുകയാണ്. മുരളീധരൻ കൃത്യമായി പറഞ്ഞു വെക്കുന്നത് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ സമയമായി എന്ന് തന്നെയാണ്. പാർട്ടി ഒരു ഉത്തരവാദിത്വം ആയിരുന്നു ഏൽപ്പിച്ചത്. പക്ഷേ ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ രാഹുൽ മാങ്കൂട്ടത്തിന് സാധിച്ചില്ല. മതില് ചാടുകയാണ് ചെയ്തത് രാഹുൽ മാങ്കൂട്ടം എന്നാണ് പറയുന്നത്. നടപടി ഉണ്ടാകും, നടപടി പ്രതീക്ഷിച്ചുകൊള്ളൂ എന്ന് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയം അദ്ദേഹം നേതൃത്വവുമായി ചർച്ച ചെയ്തിട്ടുണ്ടാകണം. ആ നിലയിലുള്ള പ്രതികരണമാണ് മുരളീധരൻ നൽകിയത്. നമുക്ക് ആ മുരളീധരന്റെ പ്രതികരണം ഒരിക്കൽ കൂടി കേൾക്കാം. പാർട്ടിയുടെ അന്തസ് കാത്തു സൂക്ഷിക്കണമെന്നാണ് പാർട്ടിയുടെ നിലപാട്. അതിനെതിരായിട്ട് ആര് നീങ്ങിയാലും നടപടി പാർട്ടിയുടെ ഭാഗത്തുണ്ടാവും.
പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ മാന്യത വേണം. അതാണ് ഞങ്ങളുടെ നിലപാട്. അടിയന്തര യോഗം ഏതാ അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ്. ഏതാ പാർട്ടി ഏതായാലും ഞാൻ പറഞ്ഞല്ലോ സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻ പാർട്ടിയുടെ ഭാഗത്തുണ്ടാവും. ഈ പറഞ്ഞ അടിയന്തര KPCC യോഗം അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ അതിന്റെ ആവശ്യമൊന്നുമില്ല. ലീഡേഴ്സുമായിട്ട് കൂടിയാലോചിച്ച് ഇപ്പോൾ ഓൺലൈനിൽ ചേരാലോ വേണമെങ്കിൽ. അങ്ങനെ ഈ കൂടിയാലോചന നടന്നോ? ഏതായാലും ഞാൻ പ്രസിഡന്റുമായിട്ട് എല്ലാ കാര്യവും സംസാരിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് എന്താണ് മറുപടി? അതായത് ആക്ഷനിലൂടെ വരും. യെസ്, അതാണ് പ്രേക്ഷകരെ, ആക്ഷനിലൂടെ വരും എന്ന് പറയുന്നു കെ മുരളീധരൻ. അങ്ങനെയുള്ള ആക്ഷൻ എന്താകും എന്നത് ഇപ്പോഴും വ്യക്തതയില്ല. അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. പാർട്ടിയുടെ തീരുമാനം അനുസരിച്ച് തന്നെയായിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ചിടത്തോളം ഇതിനോടകം തന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ആൾ ആണ്. മാത്രവുമല്ല നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ നിന്ന് നീക്കം ചെയ്ത ആളാണ്. പക്ഷേ MLA സ്ഥാനം എന്നത് തുടരുന്നു. ആ MLA സ്ഥാനത്ത് തുടരണോ എന്നത് സംബന്ധിച്ച് രാഹുലിന് തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, എന്താണിതിൽ ഇപ്പോൾ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? പ്രത്യേകിച്ച് വലിയ വാദങ്ങൾ ഉന്നയിക്കുന്ന പശ്ചാത്തലം ആണല്ലോ ഉള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയുള്ള അഭിഭാഷകന്റെ പ്രാഥമികമായ വാദത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ നിയമം അനുശാസിക്കുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ കോടതി നൽകാൻ പോകുന്ന ഉപാധികൾ ഉണ്ടെങ്കിൽ ആ ഉപാധികൾ അനുസരിക്കാൻ ഒരുക്കമാണ് എന്നുള്ളതാണ്. പക്ഷേ പ്രോസിക്യൂഷൻ അത് വിട്ടുകൊടുക്കുന്നില്ല. ഇനിയും തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. കൃത്യമായ തെളിവുകൾ ശേഖരിക്കാൻ രാഹുലിനെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ രാഹുലിൻ്റെ സാന്നിധ്യം ആവശ്യമാണ്, കസ്റ്റഡിയിൽ ലഭിക്കേണ്ടതുണ്ട്. ഇത്തരം വാദങ്ങൾ പ്രോസിക്യൂഷനും ഉന്നയിക്കുകയാണല്ലോ. അഭിലാഷേ, അടച്ചിട്ട കോടതി മുറിക്കുള്ളിൽ നടക്കുന്ന വാദം എന്താണ് എന്നതിനെ സംബന്ധിച്ച ഒരു വ്യക്തമായ വിവരങ്ങളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും ഭാഗത്തുനിന്ന് മുതിർന്ന അഭിഭാഷകർ നമുക്ക് നൽകുന്ന സൂചനകൾ മാത്രമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. അതിലെടുത്തു പറയുന്ന കാര്യം, പ്രതിഭാഗത്തിന് വേണ്ടി, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി കോടതിയിൽ ഹാജരായിട്ടുള്ള അഭിഭാഷകന്റെ പ്രധാനപ്പെട്ട വാദം ഈ പരാതി വ്യാജമാണ് എന്നതാണ്. അതായത് ഈ ഇരയായ ഈ പരാതി നൽകിയിരിക്കുന്ന യുവതി മ്യൂച്വൽ കൺസെന്റോടെ നടന്ന ഒരു റിലേഷനെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വഴിതിരിച്ചു വിടാനുള്ള ഒരു ശ്രമം നടത്തിയെന്ന ആരോപണമാണ് പ്രതിഭാഗം പ്രധാനമായിട്ട് ഉന്നയിക്കുന്നത്. അതോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആണ്, അന്വേഷണവുമായി എല്ലാ തരത്തിലും സഹകരിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരാൾക്ക് കൃത്യമായി മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്ന ആവശ്യമാണ് പ്രതിഭാഗം മുമ്പോട്ട് വെക്കുന്നത്. അതേസമയം പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട വാദം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിരിക്കുന്നത് വെറും ഒരു വിശ്വാസവഞ്ചന എന്ന കാര്യം മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു, സമ്മർദ്ദം ചെലുത്തി, നഗ്ന ദൃശ്യങ്ങൾ ഭീഷണിപ്പെടുത്തി മൊബൈൽ ഫോണിൽ പകർത്തിയതിനു ശേഷം ആ ദൃശ്യങ്ങൾ കാണിച്ച് പല സ്ഥലങ്ങളിലെത്തി പീഡിപ്പിച്ചു. മാത്രമല്ല ഈ യുവതിയെ അതിക്രൂരമായി മർദ്ദിച്ചതിന്റെ, ശരീരത്തിൽ മുറിവേൽപ്പിച്ചതിന്റെ തെളിവുകൾ കൈവശമുണ്ട് എന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. അത് സീൽ ചെയ്ത കവറിൽ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഈ കേസിൽ ഏറ്റവും സുപ്രധാനമായി മാറാൻ പോകുന്നത് യുവതി താൻ ശാരീരികമായി ഉപദ്രവിക്കപ്പെട്ടു എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ കൈമാറിയതിനൊപ്പം ഗർഭചിത്രം നടത്തി ശാരീരികമായി വളരെ ബുദ്ധിമുട്ടിൽ എത്തിയ രക്തസ്രാവം അനിയന്ത്രിതമായതോടെ നഗരത്തിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ അടക്കം ചികിത്സ തേടിയിരുന്നു. അങ്ങനെ 2 ആശുപത്രിയിലെ ഡോക്ടർമാരുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. ഈ കേസിൽ ഒരുപക്ഷെ ഏറ്റവും സുപ്രധാനമായി മാറാൻ പോകുന്നത് ആ മൊഴിയാണ്. അവർക്ക് ശരീരത്തിൽ വലിയ തരത്തിൽ മുറിവേറ്റിരുന്നുവെന്ന യുവതിയുടെ ആരോപണം ശരിവെക്കുന്ന മൊഴി ഡോക്ടർമാർ നൽകിയിട്ടുണ്ട്. ആ മൊഴിയടക്കം പോലീസിന്റെ റിപ്പോർട്ടിലുണ്ട്. ഒരുപക്ഷെ അത് കോടതി കണക്കിലെടുക്കാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതി ഉന്നത സ്ഥാനത്തുള്ള ആളായതിനാൽ, അല്ലെങ്കിൽ ഉന്നതരുമായി ബന്ധമുള്ള ആളായതിനാൽ, ഒരു MLA എന്ന പദവി അടക്കം ഈ